അന്തിക്കാട് പടിയം എടത്തിരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി 5ാം ദിവസമായ വ്യാഴാഴ്ച രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ചൂരക്കോട്ട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ട് എടത്തിരി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. ശേഷം ഉത്തര മാങ്ങാട്ടുകരയുടെ കൈകൊട്ടിക്കളിയുണ്ടായിരുന്നു. 6ാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് യജ്ഞശാലയിൽ സർവ്വ ഐശ്വര്യപൂജ നടന്നു. യജ്ഞാചാര്യൻ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരി സർവ്വ ഐശ്വര്യപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് തങ്കമണി പുറക്കൂട്ട്, സെക്രട്ടറി രാമചന്ദ്രൻ വാത്തിയത്ത്, ട്രഷററും ദേവസ്വം ഓഫീസറായ ബാബുരാജ്, വൈസ് പ്രസിഡന്റ് രവി നെച്ചിക്കോട്ട്, ജോയിന്റ് സെക്രട്ടറി സതീഷ് കിഴക്കോട്ടിൽ, ഓഡിറ്റർ ശ്രീലേഖ ജയകുമാർ എന്നിവർ നേതൃത്വം വഹിച്ചു. ആരാ പൂജിക്കുന്നത്, എങ്ങനെയാ പൂജിക്കുന്നത്, എന്തുകൊണ്ട് പൂജിക്കുന്നു നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നു, സർവശക്തനായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നു, പരദേവതയായിട്ടുള്ള ഭഗവാനെ പൂജിക്കുന്നു. ഇവിടെ നമ്മൾ ലക്ഷ്മി നാരായണമൂർത്തി അഥവാ രാധാകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ ഇഷ്ടഭാവത്തിൽ പൂജിക്കുക. ആരെ പൂജിച്ചാലും ചൊല്ലുന്ന മന്ത്രങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല. മനസ്സുകൊണ്ട് ഏത് സങ്കല്പമാണെങ്കിൽ അതിനനുസരിച്ച് പൂജിക്കാം. ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള പരമചൈതന്യം എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വരിക? അത് ഭക്തി കൊണ്ട് മാത്രമേ വരുള്ളൂ. ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശായ ദീപജ്യോതിർനമോസ്തുതേ.